ഇന്ത്യ മുന്നണിക്ക് 200-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് വോട്ടെണ്ണൽ ജൂൺ 4-ാം തീയതിയാണ് നടക്കുന്നത്. തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് ഹൈപ്പ് കിട്ടുന്ന രീതിയിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാറിത്തുടങ്ങിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് പല മാധ്യമ പ്രവർത്തകരും പങ്കുവയ്ക്കുന്നുണ്ട്. അതിന് കാരണമാകുന്നത് ബി ജെ പിയിലെ പടലമുടക്കം തന്നെയാണ്. ബീഹാറിൽ ബി ജെ പിക്ക് ഐക്യതയില്ല, മഹാരാഷ്ട്രയിലില്ല, ഉത്തർപ്രദേശിൽ മാത്രമാണ് അത് ബി ജെ പി എന്ന രീതിയിലേക്ക് വരുന്നത്. മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ വലിയ ആധിപത്യമുണ്ടെങ്കിലും ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ബംഗാളിൽ പോലും ബി ജെ പി മുന്നേറ്റം നടത്തും എന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അതിശക്തമായി തന്നെ അവിടെ രംഗത്ത് വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് സുവേദു അധികാരി വഴി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറിത്തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ക്ലിയർ കട്ട് ഡിവിഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിരുന്നാലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് ബി ജെ പി എത്താൻ വളരെ ബുദ്ധിമുട്ടും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമാകുന്നത്. അതിന് കാരണമാകുന്നത് മൂന്നാമതും അധികാരത്തിൽ നരേന്ദ്രമോദി തന്നെ എന്ന അവരുടെ അതിര് കടന്ന ആത്മവിശ്വാസമായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ തോന്നലെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരെ അധികാരത്തിലേക്ക് ഏറ്റണം, ആരധികാരത്തിലേക്ക് വരണം എന്ന രാഷ്ട്രീയ ചിന്ത ജനങ്ങളിലേക്കാണ് എത്തിക്കേണ്ടത്. അത് ജനങ്ങൾ തീരുമാനിച്ചു നൽകുന്ന ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു ജനവിധി എന്ന രീതിയിലാണ്. അതിനെ സ്വയം ഒറ്റയ്ക്ക് 370 സീറ്റ് നേടുമെന്നും ഒറ്റയ്ക്ക് മുന്നേറ്റം നടത്തുമെന്നുമൊക്കെ പാർലമെൻറ്റിൽ വെച്ച് കാച്ചിയാൽ അതിന് ജനങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യും. ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം ജനങ്ങൾ കൊടുക്കുന്ന ഒരു മാൻഡേറ്റാണ്. അതിനെ ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായി നടത്താൻ നരേന്ദ്രമോദിക്കെന്നല്ല ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൃത്യമായും ഈ വിഷയങ്ങളിൽ മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നോക്കൂ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നാണ് ബി ജെ പിയിലെ നേതാവും അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിയുമായിട്ടുള്ള നിർമ്മല സീതാരാമൻ പറയുന്നത്. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയായിട്ടും അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായിട്ടും ഒക്കെ കാണേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിന് നിർമ്മല സീതാരാമന് കൃത്യമായും ഒരു പക്ഷേ മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ എന്നുള്ള രീതി മാത്രമാണ് ഇനി കാണേണ്ടത്. നിർമ്മല സീതാരാമൻ പറഞ്ഞത് അക്ഷരം പ്രതി തെറ്റാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുമാത്രമല്ല, അങ്ങനെ കോടതി നടപടിയോട് വെല്ലുവിളി നടത്തുന്ന ഒരു പ്രസ്താവനയും ഒരാളുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ ഭാഗമായി ഉണ്ടായാൽ അതിന് വലിയ പിഴയായിരിക്കും നൽകേണ്ടി വരുന്നത് എന്നുള്ളത് കൃത്യമായി ബി ജെ പി നേതൃത്വം തന്നെ ഓർമ്മിപ്പിക്കേണ്ടതാണ്.